പിണ്ഡവും ഭാരവും ഒന്നാണോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരീക്ഷണത്തിലൂടെ ആ കാര്യം വ്യക്തമാക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ വന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വരാം. ഇവിടെ നോക്കൂ, ഈ കാണുന്ന 2 പേപ്പർ ഷീറ്റുകൾ, ഒരേ പിണ്ഡവും ഭാരവുമുള്ള ഈ 2 പേപ്പർ ഷീറ്റുകൾ, അതിന് തൊട്ടടുത്തായി ഒരു സ്കാളുണ്ട്. ഈ സ്കാൾ ഉപയോഗിച്ച് ഈ 2 പേപ്പർ ഷീറ്റുകളുടെയും ഭാരമൊന്ന് കണക്കാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഇതൊന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഈ പേപ്പർ ഷീറ്റ് ഇതിനു മുകളിലേക്കൊന്ന് വെക്കാം. ഇവിടെ കിലോഗ്രാമിലാണ് ഇതിൻ്റെ ഭാരം കണക്കാക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു പേപ്പർ ഷീറ്റ് 5 ഗ്രാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് A4 ഷീറ്റാണ്. ഇനി ഈ പേപ്പർ ഷീറ്റും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. ഇതും ഇവിടെ 5 ഗ്രാം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരേ പിണ്ഡവും ഭാരവുമുള്ള 2 പേപ്പർ ഷീറ്റുകളാണ്. ഇനി ഇതിൽ ഒരു പേപ്പർ ഷീറ്റ് എടുത്ത് ഇതുപോലെ ചുരുട്ടിയെടുത്ത് ഒരു ഗോളാകൃതിയിലേക്ക്, ഒരു ചെറിയ പന്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിനു വേണ്ടി ഇപ്രകാരം ഇതൊന്നിങ്ങനെ ചുരുട്ടിയെടുത്ത് പന്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് വെച്ച് നോക്കാം. ഇതാ നോക്കൂ, ഇപ്പോഴും ആ പേപ്പറിൻ്റെ പിണ്ഡത്തിന് 5 ഗ്രാം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ 2 നിലയ്ക്കും ഇവിടെ ഈ പേപ്പറിൻ്റെ പിണ്ഡത്തെ അപേക്ഷിച്ച് ഭാരം തുല്യമാണ്. അതായത് ആ പേപ്പർ ഷീറ്റ് നിവർന്നു നിൽക്കുന്ന അവസ്ഥയിൽ അതിൻ്റെ വെയിറ്റ് നോക്കുമ്പോഴും അത് ചുരുട്ടിയെടുത്ത അവസ്ഥയിൽ അതിൻ്റെ വെയിറ്റ് നോക്കുമ്പോഴും 2 രീതിയിലും അതിൻ്റെ പിണ്ഡത്തെ അപേക്ഷിച്ച് ഭാരം വ്യത്യാസമില്ല. എന്നാൽ വ്യാപ്തിയിൽ ഇവിടെ മാറ്റം വരുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഈ 2 പദാർത്ഥങ്ങളും പിണ്ഡത്തെ അപേക്ഷിച്ച് ഭാരത്തിൽ വ്യത്യാസമില്ല. എന്നാൽ ഇവ രണ്ടും വ്യാപ്തിയിൽ വ്യത്യാസവുമുണ്ട്. ഈ വ്യാപ്തിയിലെ മാറ്റമാണ് സ്പേസിനെ അപേക്ഷിച്ച് പിണ്ഡത്തിൻ്റെ വ്യാപന ശക്തിയിൽ മാറ്റമുണ്ടാക്കുന്നത്. അപ്പോൾ ഇനി അതൊന്ന് ഇവിടെ പരീക്ഷിക്കുകയാണ്. ഇനി ഇവ രണ്ടും മുകളിൽ നിന്നും താഴേക്കിടുമ്പോൾ അവയുടെ വ്യാപന ശക്തിയിലെ മാറ്റമാണ് ഇവിടെ നിരീക്ഷിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, അവ രണ്ടും താഴേക്ക് വീഴുമ്പോൾ അതിലെ വ്യാപന ശക്തിയിലെ മാറ്റം. ഈ മാറ്റത്തിന് കാരണം സ്പേസിനെ അപേക്ഷിച്ച് അവ രണ്ടിൻ്റെയും വ്യാപ്തിയിലെ വ്യത്യാസമാണ്. അതായത് ചുരുട്ടിയ പേപ്പർ ബോളിനെ അപേക്ഷിച്ച് ചുരുട്ടാത്ത പേപ്പർ ഷീറ്റിൻ്റെ വ്യാപ്തി കൂടുതലാണ്, അതിൻ്റെ കനം കുറവുമാണ്. അതിനാൽ ഈ ഒരു പിണ്ഡം അത് നിലനിൽക്കുന്ന അവസ്ഥയിലെ സ്പേസിനെ അപേക്ഷിച്ച് അന്തരീക്ഷ വ്യാപനത്തെ സ്വാധീനിക്കുന്നു. എന്നാൽ ചുരുട്ടിയ പേപ്പർ ബോർഡിൻ്റെ പിണ്ഡ സാന്നിധ്യം ആ ഒരു കേന്ദ്രത്തെ സ്വാധീനിച്ച് അതിൻ്റെ വ്യാപ്തി കുറവാണ്, കനം കൂടുതലുമാണ്. അതിനാൽ സ്പേസിനെ അപേക്ഷിച്ച് അതിന് ഭാരം കൂടുന്നു. അപ്പോൾ ഇവിടെ പിണ്ഡമാണ് ഭാരം എന്ന് വരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇവിടെ 2 നിലക്കും അതിൻ്റെ വ്യാപന ശക്തി മൂലമുള്ള വീഴ്ചയുടെ വ്യത്യാസത്തിന് കാരണം സ്പേസിനെ അപേക്ഷിച്ചുള്ള ആ പിണ്ഡത്തിൻ്റെ വ്യാപന നിലകളിലെ മാറ്റമാണ്. അതായത് സ്പേസിനെ അപേക്ഷിച്ച് വ്യാപ്തി കൂടുകയും കനം കുറയുകയും ചെയ്യുമ്പോൾ പിണ്ഡം അന്തരീക്ഷ വ്യാപനത്തെ സ്വാധീനിക്കുന്നു. എന്നാൽ വ്യാപ്തി കുറയുകയും ദ്രവ്യ സാന്നിധ്യം ഒരു കേന്ദ്രത്തെ സ്വാധീനിച്ച് പിണ്ഡത്തിൻ്റെ കനം കൂടുകയും ചെയ്യുമ്പോൾ സ്പേസിനെ അപേക്ഷിച്ച് അതിന് ഭാരം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ തുടർന്നുള്ള വീഡിയോയിൽ